വിശാലമായ എട്ടുകെട്ടിൽ കവളങ്ങാട്ട് മന, കേരളക്കരയാകെ പേരുകേട്ട മന. അവിടുത്തെ കാരണവനായ നമ്പൂതിരിക്ക് ഒരു മകനുണ്ടായിരുന്നു. പേര് കൃഷ്ണനുണ്ണി. ജാതി വ്യവസ്ഥ കൊടികുത്തി വാണ കാലം. കൃഷ്ണനുണ്ണി കുടുംബത്തിലെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. മനുഷ്യനെ മനുഷ്യനായി കണ്ടവൻ. പാടത്തും പറമ്പിലുമൊക്കെ പണിക്ക് വരുന്നവർക്ക് ഉണ്ണിയെ വലിയ കാര്യമായിരുന്നു. അവിടുള്ള ഓരോരുത്തരും ഉണ്ണിയുടെ ക്യാൻവാസിലെ ചിത്രങ്ങളായി. നല്ലൊരു ചിത്രകാരനായിരുന്നു ഉണ്ണി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം കാളിക്കുട്ടിയെ കാണുന്നത്. കറുപ്പിന് ഏഴഴകെന്ന് പറയും പോലെ അത്രയും ചന്തം അവളിൽ ഉണ്ടായിരുന്നു. നമ്പൂതിരിയുടെ തൊടിയിൽ അവളും പണിക്ക് കയറി. ഓരോ ദിവസം കഴിയും തോറും കൃഷ്ണനുണ്ണി അവളെ അഗാധമായി പ്രണയിച്ചു തുടങ്ങി. ആരാണെങ്കിലും അവളെ ഒന്ന് പ്രണയിച്ചു പോകുമായിരുന്നു. മുട്ടോളം മുടിയും വിടർന്ന കണ്ണുകളും വശ്യമായ സൗന്ദര്യവും. അവൾ പോലും അറിയാതെ കൃഷ്ണനുണ്ണി അവളുടെ ചിത്രം വരച്ചു തുടങ്ങി. പത്തായപ്പുരയുടെ ഭിത്തി മുഴുവൻ കാളിക്കുട്ടിയുടെ പല ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ. ഒരു ദിവസം അവൻ തന്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞു. താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണെന്ന കാരണം പറഞ്ഞ് അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. പക്ഷേ തന്റെ പ്രണയത്തിൽ നിന്ന് ഒരടി പോലും പിന്മാറാൻ കൃഷ്ണനുണ്ണി തയ്യാറായില്ല. അവസാനം ഇരുവരും പ്രണയത്തിലാകുന്നു. ഇവരുടെ പ്രണയം പലരും അറിഞ്ഞു തുടങ്ങി. അവസാനം അച്ഛൻ നമ്പൂതിരിയുടെ ചെവിയിലുമെത്തി. നമ്പൂതിരി കൃഷ്ണനുണ്ണിയെ ഇതിൽ നിന്നും പിന്തിരിക്കാൻ പല കുറി നോക്കിയെങ്കിലും ഉണ്ണി വഴങ്ങിയില്ല. അങ്ങനെയിരിക്കെ ബ്രാഹ്മണ സഭ കൂടി. ഉണ്ണിയെ നാടുകടത്താനും കാളിക്കുട്ടിയെ വധിക്കാനും തീരുമാനിക്കുന്നു. പക്ഷെ നമ്പൂതിരിക്ക് ആകെയുള്ള മകനായതിനാൽ അവനെ വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ കാളിക്കുട്ടിയെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു. പതിവ് പോലെ പണി കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയം ഇരുട്ട് വീണു തുടങ്ങി. പാടവരമ്പത്തുകൂടി അവൾ നടന്നു തുടങ്ങി. അവളെ പതിയിരിക്കുന്ന അപകടത്തെപ്പറ്റി പാവം അറിഞ്ഞിരുന്നില്ല. നമ്പൂതിരിയുടെ 2 സഹായികൾ അവളെ ആ ഇരുട്ടത്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പിറ്റേന്ന് ചെളിയിൽ പുതഞ്ഞ കാളിക്കുട്ടിയുടെ മൃതദേഹമാണ് കൃഷ്ണനുണ്ണി കാണുന്നത്. ഇതിനു പിന്നിൽ അച്ഛനായിരിക്കുമെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവൾക്കായി ജീവൻ തന്നെ വെടിയാൻ ഉണ്ണി തയ്യാറായിരുന്നു. ഒരു ക്ഷണം പോലും താമസിക്കാതെ ഭഗവതി കുളത്തിൽ ചാടി അവൻ ജീവൻ ഒടുക്കി. പ്രണയം പൂർത്തിയാകാതെ അവർ 2 പേരും മടങ്ങി. മകന്റെ മരണമറിഞ്ഞ നമ്പൂതിരി കുഴഞ്ഞു വീണു. ശേഷം ഒരു ജീവശവമായി ജീവിച്ചു. എന്നാൽ പ്രണയം പൂർത്തീകരിക്കാനാകാതെ മരിച്ച അവൾ യക്ഷിയായി അലയാൻ തുടങ്ങി. തങ്ങളുടെ ജീവിതം നശിപ്പിച്ചവരുടെ രക്തത്തിനായി അവൾ പ്രതികാരദാഹിയായി അലഞ്ഞു. മനയ്ക്ക് ചുറ്റും പാടവരമ്പത്തുമായി അവൾ അലയാൻ തുടങ്ങി. ഇതിന് കാരണക്കാരായ ഒരാളെപ്പോലും ബാക്കി വെക്കാതെ അവൾ ഇല്ലാതാക്കി. അങ്ങനെ ആ മന നാഥനില്ലാതെയായി. മഹാമാന്ത്രികർ പലരും നോക്കിയിട്ടും അവളെ ആവാഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഇന്നും രക്തദാഹിയായി കവളങ്ങാട്ട് മലയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഒരു കള്ളൻ പോലീസ് പിടിയിലാകുന്നു. കുറ്റകൃത്യങ്ങളുടെ ഏറ്റുപറച്ചിലിനിടയിൽ ഒരു വീടിൻ്റെയും വീട്ടുകാരുടെയും കഥ പുറത്തു വന്നു. അറിഞ്ഞാൽ വിചിത്രമെന്ന് തോന്നുന്ന ആ കുടുംബത്തിന്റെ കഥയാണ് ഇന്ന് പറയുന്നത്. ജയപ്രദ എന്ന മധ്യവയസ്കയും അവരുടെ ഭർത്താവും 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം ഹൈദരാബാദിലെ ഒരു സ്ഥലത്ത് വീട് വാങ്ങി താമസം തുടങ്ങുന്നു. തുടക്കത്തിൽ സന്തുഷ്ട കുടുംബമായി മുന്നോട്ടു പോയിരുന്ന അവരുടെ ഇടയിൽ പ്രശ്നങ്ങളും അതേ തുടർന്നുള്ള വഴക്കുകളും പതിവായി. ഒടുവിൽ ഒരു ദിവസം തൻ്റെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് അയാൾ വീട് വിട്ടിറങ്ങുന്നു. പിന്നീട് ആരും തന്നെ ആ ഗൃഹനാഥനെ കണ്ടിട്ടില്ല. ജയപ്രദയുടെയും മക്കളുടെയും വിചിത്രമായ ചില ജീവിത രീതികൾ ഇവിടം മുതലാണ് അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വീട്ടിൽ നിന്ന് വെറും 2 മിനിറ്റ് മാത്രം നടന്നാൽ എത്താൻ കഴിയുന്നത്ര ദൂരം മാത്രമുള്ള ഗാർബേജ് ക്യാനിൽ വീട്ടിലെ മാലിന്യം നിക്ഷേപിക്കാൻ ജയപ്രദ കാറിലായിരുന്നു പോയിരുന്നത്. വീട്ടിലേക്കുള്ള പത്രം, പാൽ തുടങ്ങിയവ നിർത്തലാക്കുകയും വൈദ്യുതി മാത്രം നിലനിർത്തുകയും ചെയ്തു. പൊതുവെ അന്തർമുഖരായ ജയപ്രദയും പെൺമക്കളും അയൽവാസികളിൽ നിന്നും അകലം പാലിച്ചും അധികമൊന്നും വീടിന് പുറത്തിറങ്ങാതെയുമായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അയൽവാസികൾ തുടക്കത്തിൽ ഇവ കാര്യമാക്കിയിരുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് നടന്നവയെല്ലാം അവരെ ഭയപ്പെടുത്തി. സന്ധ്യ മയങ്ങുമ്പോൾ അജ്ഞാതമായ ഭാഷയിലുള്ള അസ്വസ്ഥത ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനം ജയപ്രദയുടെ കുട്ടികൾ പാടാൻ തുടങ്ങി. ഇതിൽ അസ്വസ്ഥരായ അയൽവാസികൾ നോക്കിയപ്പോൾ കണ്ടത് ജയപ്രദയുടെ
ജയപ്രദയുടെ വീടിൻ്റെ വരാന്തയുടെ മൂലകളിൽ രക്തത്തിൻ്റെ നിറമുള്ള ഒരു ദ്രാവകം നിറച്ച കുപ്പികൾ തൂക്കിയിട്ടിരിക്കുന്നതും വീട്ടിലെ മറ്റെല്ലാ വെളിച്ചവും അണച്ചതിന് ശേഷം ഒന്നാം നിലയിലെ ഒരു മുറിയിലൂടെ കത്തിച്ചു പിടിച്ച ഓരോ മെഴുകുതിരികളുമായി തങ്ങളെ അസ്വസ്ഥമാക്കിയ ഗാനവും ആലപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ നടക്കുന്ന ജയപ്രദയെയും കുട്ടികളെയുമാണ് കാണുന്നത്. ഇതിനൊരു അവസാനമുണ്ടാകണമെന്ന് തീരുമാനിച്ച അയൽവാസികൾ ജയപ്രദയുടെ വീട്ടിലെത്തി. എന്നാൽ ഗേറ്റ് കടന്ന് അവരെ എതിരേറ്റത് വീടിനുള്ളിൽ നിന്ന് ഉയർന്ന ഉച്ചത്തിലുള്ള ഒരു അലർച്ചയും തങ്ങളുടെ നേർക്ക് ഒരു കോടാലിയുമായി ആർത്തലച്ചു വരുന്ന ജയപ്രദയെയുമാണ്. ഭയന്നോടിയ അയൽവാസികൾ തുടർന്നുള്ള നാളുകളിൽ ഒരിക്കൽ പോലും ജയപ്രദയുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. മാസങ്ങൾ കടന്നുപോയി. ജയപ്രദയുടെയും കുടുംബത്തിൻ്റെയും ശീലങ്ങൾ അയൽവാസികൾക്ക് ഒരു വികാരവും തോന്നിക്കാത്ത പതിവ് കാഴ്ചയായി മാറിക്കഴിഞ്ഞിരുന്നു. ജയപ്രദയുടെ 3 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട് ശ്രദ്ധയിൽപ്പെട്ട ഒരു കള്ളൻ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്വർണവും പണവും കവരുക എന്ന ലക്ഷ്യത്തോടെ ഏവരും ഉറക്കമായി എന്ന് കരുതി രാത്രിയോടെ ജയപ്രദയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അയാളിൽ ഉണ്ടാക്കിയ ഭയം വലിയൊരു അലർച്ചയായി അയാളിൽ നിന്ന് പുറത്തു വന്നു. മധ്യവയസ്കയായ ഒരു സ്ത്രീയുടെയും 2 പെൺകുട്ടികളുടെയും ജീർണിച്ച ശവശരീരങ്ങളാണ് അയാൾ അവിടെ കണ്ടത്. അവിടെ നിന്ന് ഭയന്നോടിയ അയാൾ മാസങ്ങൾക്ക് ശേഷം പോലീസ് പിടിയിലാകുന്നു. കള്ളൻ്റെ ഏറ്റുപറച്ചിലുകൾക്കൊടുവിൽ പരിശോധിക്കാനായി വീട്ടിലെത്തിയ പോലീസുകാർ കുറഞ്ഞത് 6 മാസമെങ്കിലും പഴക്കമുള്ള ജയപ്രദയുടെയും മക്കളുടെയും ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങളും സമീപത്തായി അവരുടെ മരണകാരണമായ വിഷം നിറച്ച കുപ്പിയും അവിടെ കണ്ടെത്തി. വിവരമറിഞ്ഞ് അവിടെ തടിച്ചുകൂടിയ അയൽവാസികൾ പറഞ്ഞ ചില കാര്യങ്ങൾ അവിടെയുണ്ടായിരുന്ന ഏവരുടെയും ഹൃദയമിടിപ്പ് ഒരു നിമിഷത്തേക്ക് നിശ്ചലമാക്കി. 6 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്ന് പറയുന്ന ജയപ്രദയുടെ കുടുംബം തലേ ദിവസവും രാത്രിയിൽ പതിവ് പോലെ മുറിയിൽ മെഴുകുതിരികളും പാട്ടുമായി നടക്കുന്നത് തങ്ങൾ കണ്ടതാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. 2002 നടന്ന ഈ സംഭവത്തെ തുടർന്ന് ആരും ഇതുവരെ ആ വീട്ടിൽ താമസിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് ഇപ്പുറവും കാട് കയറിയ ആ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതിന് ശേഷവും ഇന്നും ചില രാത്രികളിൽ 1-ാം നിലയിലെ ആ മുറിയിൽ നിന്ന് വെളിച്ചവും അതിനൊപ്പം ആ പെൺകുട്ടികളുടെ അസ്വസ്ഥാജനകമായ പാട്ടും ഉയർന്നു കേൾക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരുപാട് ദുരൂഹതകളും കെട്ടുകഥകളുമായി ഇന്നും ചോദ്യചിഹ്നമായി നിൽക്കുന്നതാണ് സുമതി വളവ്. തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്ത് മയിലുമൂട് എന്ന മലയോര ഗ്രാമത്തിനടുത്ത കാടിനോട് ചേർന്ന പ്രദേശത്താണ് ഈ കൊടും വളവ്. പട്ടാപ്പകൽ പോലും ആളുകൾ തനിച്ച് യാത്ര ചെയ്യാൻ ഭയക്കുന്ന പാത. വെള്ളവസ്ത്രമണിഞ്ഞ സ്ത്രീരൂപം എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. അർദ്ധരാത്രി വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ തനിയെ നിൽക്കുമത്രേ. ടയറുകൾ പഞ്ചറാകും. ഇതെല്ലാം ചെയ്യുന്നതാകട്ടെ 7 പതിറ്റാണ്ട് മുമ്പ് അരുംകൊല ചെയ്യപ്പെട്ട സുമതി എന്നാണ് വാമൊഴി. ഈ കഥകളുടെ മറവിൽ നിരവധി സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തികളും നടക്കുന്നുണ്ട്. നിരവധി യാത്രക്കാരുടെ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരായിരുന്നു സുമതി? ഒരു വീട്ടുവേലക്കാരിയായിരുന്നു അവൾ. മുതലാളിയുടെ മകനെ മോഹിച്ച വേലക്കാരി. കാരേറ്റ് ഭാഗത്തായിരുന്നു സുമതി എന്ന സുമതിക്കുട്ടിയുടെ സ്ഥലം. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത്. അങ്ങനെയാണ് താണു മുതലാളിയുടെ വീട്ടിൽ വേലക്കാരിയായി എത്തുന്നത്. അടുക്കളപ്പണികൾക്കിടയിലും പഠിക്കാനായി അവൾ സമയം കണ്ടെത്തിയിരുന്നു. താണു മുതലാളിക്ക് രത്നാകരൻ എന്നൊരു മകനുണ്ടായിരുന്നു. ആ 24-കാരനുമായി അവൾ പ്രണയത്തിലായി. പിന്നീട് സുമതി ഗർഭിണിയാവുകയും ചെയ്തു. ഇത് പിന്നീടുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു. രത്നാകരൻ്റെ പൊയ്വാക്കുകളിൽ വീണുപോകുകയായിരുന്നു സുമതി. ഗർഭിണിയായ സുമതിയെ രത്നാകരൻ കൊല്ലാൻ തീരുമാനിച്ചു. അതിനായി സുഹൃത്ത് രവീന്ദ്രനും സുമതിയുമായി കാറിൽ യാത്രയാരംഭിച്ചു. മൈലമൂട് പാലത്തിന് സമീപം വന അതിർത്തിയിലെത്തിയപ്പോൾ കാർ കാടിനുള്ളിലേക്ക് കയറ്റി നിർത്തി. താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായ സുമതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പാലോട് റോഡിൽ ഇപ്പോൾ സുമതി വളവെന്നറിയപ്പെടുന്ന വളവിൽ വെച്ച് അവർ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്തു. അലറിക്കരഞ്ഞുവെങ്കിലും അവളുടെ നിലവിളി കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് അവർ അവളെ കഴുത്തറുത്തു കൊന്നു. അന്നു മുതൽ ഇവിടം സുമതി വളവെന്നാണ് അറിയപ്പെടുന്നത്.
സുമതിയുടെ ഗതി കിട്ടാത്ത ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ് വാമൊഴികൾ. യാത്രക്കാരെയെല്ലാം ഒന്നടങ്കം ഭയപ്പെടുത്താൻ വെള്ള വസ്ത്രമണിഞ്ഞ് അവൾ അവിടെ ഉണ്ടാകുമത്രേ. എന്നാൽ സുമതിയുടെ കഥയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധരുടെ പ്രകടനങ്ങളാവാം ഇവയുമെന്ന് പറയുന്നുണ്ട്. രാത്രികാലങ്ങളിൽ യാത്രക്കാരെ ഭയപ്പെടുത്തി വിലപിടിപ്പുള്ളവ അപഹരിക്കലാണ് ഇവരുടെ രീതി. റോഡിൽ അള്ളുവെച്ച് ടയർ പഞ്ചറാക്കിയും റോഡിനു കുറുകെ കമ്പി വലിച്ചു കെട്ടി യാത്രികരെ വീഴ്ത്തിയും ഇവർ കൊള്ള ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയാണെങ്കിലും അവിടുത്തെ മണ്ണിലും പുല്ലിലുമൊക്കെ അരുങ്കൊല ചെയ്യപ്പെട്ട സുമതിയുടെ കണ്ണീരിൻ്റെ നനവുണ്ടെന്ന് തോന്നിപ്പോകും. മുട്ടോളം എത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മയക്കുന്ന വശ്യസൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമായ നീലി എന്ന രക്തദാഹിയായ യക്ഷി പഴങ്കഥകളിലും വാമൊഴികളിലൂടെയും മലയാളി മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കള്ളിയങ്കാട്ട് നീലിയുടെ കഥ നോക്കിയാലോ? സ്ത്രീലമ്പടന്മാരായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറുപിളർന്ന് രക്തമൂറ്റി കുടിക്കുന്ന ഉഗ്രരൂപമുള്ള യക്ഷിയായി കഥകളിലൂടെ മലയാളി മനസ്സുകളിൽ നീലി ഇന്നും ജീവിക്കുന്നു. പഴയ തിരുവിതാംകൂറിന്റെ തെക്കേ അറ്റമായ നാഗർകോവിലിന് സമീപം പഴകന്നൂർ എന്ന പ്രദേശത്ത് കാർവേണി എന്നൊരു ദേവദാസി സ്ത്രീ ജീവിച്ചിരുന്നു. അവർക്ക് അല്ലി എന്നു പേരുള്ള അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പി എന്നയാളുമായി പ്രണയത്തിലാവുകയും തുടർന്ന് വിവാഹിതരാകുകയും ചെയ്തു. എന്നാൽ ദുർനടപ്പ് കാരണം പരസ്ത്രീ തൽപരനുമായ നമ്പി പണം മോഹിച്ചു മാത്രമായിരുന്നു അല്ലിയെ വിവാഹം ചെയ്തത്. മരുമകന്റെ ഈ ദുർനടപ്പ് അറിയാനിടയായ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇത് കണ്ട അല്ലി തന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഭർത്താവിനൊപ്പം വീട് വിട്ടിറങ്ങി. കാർവേണി അല്ലിയെ തടഞ്ഞുവെങ്കിലും അവൾ ചെവിക്കൊണ്ടില്ല. അവിടെ നിന്നും യാത്ര തുടർന്ന അവർ കല്ലിയങ്കാട് എന്ന വനപ്രദേശത്തെത്തിയപ്പോൾ ഇരുവരും യാത്ര നിർത്തി അല്പം വിശ്രമിക്കാനായിട്ടിരുന്നു. നടന്ന ക്ഷീണിതയായ അല്ലിയാവട്ടെ ഭർത്താവിന്റെ മടിയിൽ തല വെച്ച് ഉറങ്ങാൻ തുടങ്ങി. എന്നാൽ അല്ലിയുടെ കഴുത്തിലെയും കാതിലെയും കയ്യിലെയും ഉണ്ടായിരുന്ന സ്വർണങ്ങൾ കണ്ട നമ്പിയുടെ മനസ്സിലെ ദുഷ്ടചിന്തകൾ ഉണർന്നു. അല്ലി നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ നമ്പി കയ്യിൽ കിട്ടിയ കൂർത്ത കരിങ്കല്ലുകൊണ്ട് അവളുടെ തലയിൽ ആഞ്ഞടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. തുടർന്ന് ശവശരീരം അവിടെ ഉപേക്ഷിച്ച് അവളുടെ ആഭരണങ്ങളുമായി അയാൾ കടന്നു കളഞ്ഞു. അല്ലിയുടെ ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞ ഭർത്താവ് നമ്പി താമസിയാതെ സർപ്പദംശനമേറ്റു മരിച്ചു. അല്ലിയെ തിരക്കി ഇറങ്ങിയ സഹോദരൻ നമ്പി മരിച്ചു കിടക്കുന്ന സഹോദരിയെ കണ്ട് സങ്കടം സഹിക്കാനാവാതെ തല തല്ലി മരിച്ചു. വർഷങ്ങൾക്ക് ശേഷം അല്ലിയും അമ്പിയും നീലനും നീലിയും എന്ന പേരിൽ ചോള രാജാവിന്റെ മക്കളായി പുനർജനിച്ചു. ഈ നീലിയാണ് പിന്നീട് കല്ലിയങ്കാട്ട് നീലിയായി അറിയപ്പെട്ടത്. ഇവരുടെ ജനനത്തോടെ രാജ്യത്തുടനീളം പേമാരിയും പകർച്ചവ്യാധികളും ദുർമരണങ്ങളും വ്യാപകമായി. രാജ്യത്തുണ്ടാകുന്ന ദുർനിമിത്തങ്ങൾക്ക് കാരണം നീലിയും നീലനുമാണെന്ന് മനസ്സിലാക്കിയ രാജാവ് കുട്ടികളെ ചോള രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു. തങ്ങളുടെ പൈശാചിക ശക്തിയിൽ വനത്തിൽ നിന്നും പുറത്തു കടന്ന നീലിയും നീലനും സമീപത്തുള്ള പഴകന്നൂർ ഗ്രാമത്തിൽ, അതായത് അല്ലി കൊല ചെയ്യപ്പെട്ട കള്ളിയങ്കാട്ട് എന്ന സ്ഥലത്ത് വാസമുറപ്പിച്ചു. പിന്നീട് ഇവിടമായിരുന്നു ഇരുവരുടെയും വിഹാര കേന്ദ്രം. കള്ളിമുൾ ചെടികൾ നിറഞ്ഞ കുറ്റിക്കാട്, മാനമുട്ടെ വളർന്നു നിൽക്കുന്ന പനമരങ്ങൾ, പരിസരങ്ങളിലൊന്നും ആൾതാമസവുമില്ല. നീലിയുടെയും നീലന്റെയും വരവോടെ ഇവിടം ദുർമരണങ്ങളുടെ ഇടമായി. നീലിയെ ഭയന്ന് പകൽ പോലും ആൾക്കാർ ഇവിടേക്ക് വരാൻ മടിച്ചു. സ്ഥലത്തെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും ഇതുവഴി വന്നാൽ നേരം പുലരുമ്പോൾ പനയുടെ ചുവട്ടിൽ എല്ലും തോലും മാത്രമായിട്ടായിരിക്കും അവശേഷിക്കുക. നീലിയുടെ ഉപദ്രവം സഹിക്കാതായപ്പോൾ ഗ്രാമീണർ നാഗർകോവിലിൽ നിന്നും തമ്പി എന്ന മാന്ത്രികനെ വരുത്തി. തമ്പിക്ക് നീലനെ ആവാഹിച്ച് തളയ്ക്കാനായെങ്കിലും അതീവ ശക്തിശാലിയായ നീലിയെ തളയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ മാന്ത്രികനെയും നീലി കൊലപ്പെടുത്തി. ഇതോടെ നീലിയെ ഭയന്ന ഗ്രാമീണർ പുറത്തിറങ്ങാതെയായി. ഇതിനിടെ പാമ്പ് കടിയേറ്റു മരിച്ച അല്ലിയുടെ ഭർത്താവ് നമ്പിയുടെ പുനർജന്മമായ കാവേരിപ്പൂമ്പട്ടണം സ്വദേശി ആനന്ദൻ പഞ്ചവങ്കാട് വഴി മസൂരിലേക്ക് വ്യാപാരത്തിനായി തിരിച്ചു. ആനന്ദൻ മുൻജന്മത്തിൽ തന്നെ ചതിച്ചു കൊന്ന ദുഷ്ടനായ ഭർത്താവ് നമ്പിയാണെന്ന് തിരിച്ചറിഞ്ഞ നീലി അയാളെ വശീകരിച്ച് പനയുടെ ചുവട്ടിലെത്തിച്ചെങ്കിലും കയ്യിൽ മാന്ത്രിക ദണ്ടുണ്ടായിരുന്നതിനാൽ അയാൾ
ആളെ നീലിക്ക് തൊടാൻ കഴിഞ്ഞില്ല. ഇതിനിടെ നീലി യക്ഷിയാണെന്ന് മനസ്സിലാക്കിയ ആനന്ദൻ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഇതിനിടയിൽ യക്ഷി മായ കാട്ടി കുട്ടിയോട് കൂടിയ ഒരു സ്ത്രീ രൂപം ധരിച്ചു. തുടർന്ന് ഭർത്താവ് വഴക്കിട്ട് ഓടിപ്പോകുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നാൽ അവർ യക്ഷിയാണെന്നും തന്നെ കൊല്ലാൻ വന്നതാണെന്നും കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ലെന്ന് മാത്രവുമല്ല, അന്ന് രാത്രി ആനന്ദനെ നീലി കൊലപ്പെടുത്തുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഗ്രാമവാസികൾക്ക് അയാൾ പറഞ്ഞ കാര്യം സത്യമായിരുന്നെന്ന് മനസ്സിലായത്. തൻ്റെ മരണത്തിന് കാരണക്കാരനായ ആനന്ദനെ വധിച്ചതോടെ നീലി തൻ്റെ ഭീകര രൂപം ഉപേക്ഷിച്ച് മാതൃരൂപം കൈക്കൊണ്ടു. എന്നാൽ കലിയടങ്ങാത്ത നീലിയെ തളക്കാൻ കത്തനാർ എത്തിയതായും ഒരു കഥയുണ്ട്. നിരവധി മാന്ത്രികന്മാർ വന്നുവെങ്കിലും നീലിയെ തളയ്ക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ പ്രദേശവാസികളിൽ ചിലർ കടമറ്റത്ത് കത്തനാരെ കണ്ട് വിവരം പറഞ്ഞു. കത്തനാർ നീലിയുടെ താവളത്തിലേക്ക് പുറപ്പെട്ടു. വഴിയരികെ അതിസുന്ദരിയായ നീലി നിൽപ്പുണ്ടായിരുന്നു. പതിവ് പോലെ നീലി അവളുടെ ഡയലോഗും പറഞ്ഞു. മുറുക്കാൻ ചുണ്ണാമ്പുണ്ടോ? ഇത് കേട്ട കത്തനാർ സന്തോഷത്തോടെ തരാമല്ലോ എന്ന് പറഞ്ഞ് ഒരു ഇരുമ്പാണിയിൽ പുരട്ടി നീട്ടി. അത് മേടിക്കാൻ മടിയുണ്ടായിരുന്നെങ്കിലും രണ്ടും കൽപ്പിച്ച് നീലി അത് വാങ്ങി. പക്ഷേ അതോടുകൂടി നീലിയുടെ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടു. കത്തനാർ നടക്കുന്നതിൻ്റെ പിന്നാലെ ഒരു ദാസിയെ പോലെ നീലി പിന്നാലെ നടന്നു. അങ്ങനെ നടന്നും വിശ്രമിച്ചും 4-5 ദിവസം കൊണ്ടവർ കായംകുളത്ത് എത്തിച്ചേർന്നു. അവിടെ കത്തനാരുടെ മാതുലിൻ്റെ വീട്ടിൽ വിശ്രമത്തിനായി കയറി. അവിടെ ആകെയുള്ളത് ഒരു വൃദ്ധ മാത്രമായിരുന്നു. നീലിയെ കണ്ട് അവർ കത്തനാരോട് ഇതാരാണെന്ന് തിരക്കുകയും തൻ്റെ ദാസിയാണെന്ന് കത്തനാർ മറുപടി പറയുകയും ചെയ്തു. എന്നാൽ ഇവളെ എനിക്കൊരു സഹായത്തിനായി ഇവിടെ നിർത്താമോ എന്ന് വൃദ്ധയും. അതിനെന്താ, നിർത്തിക്കോ എന്ന് കത്തനാരും പറഞ്ഞു. ആ വൃദ്ധയാകട്ടെ നീലിയെ തൻ്റെ മകളായി കണ്ട് സ്വീകരിച്ചു. കത്തനാർ കുളിക്കാൻ പോകുകയും നീലിയും വൃദ്ധയും ചേർന്ന് ഭക്ഷണം പാകം ചെയ്യാനും തുടങ്ങി. ഭക്ഷണത്തിന് ശേഷം കത്തനാർ ഉറങ്ങാൻ തുടങ്ങുകയും അവർ സംസാരിച്ചിരിക്കാനും തുടങ്ങി. വൃദ്ധയാവട്ടെ യക്ഷിയുടെ മുടി ചീവാനായി ചീപ്പെടുത്തു. മുടിയിൽ കൈയോടിച്ചപ്പോൾ എന്തോ ഒന്ന് തടയുകയും നോക്കിയപ്പോൾ ഒരു ഇരുമ്പാണി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അയ്യോ, മോളുടെ തലയിൽ ആണി എങ്ങനെ വന്നു? കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് ആണി വലിച്ചൂരി. തൽക്ഷണം തന്നെ യക്ഷി പൂർവ്വസ്ഥിതിയിലാവുകയും അപ്രത്യക്ഷമാകുകയും ചെയ്തു. ഇതറിഞ്ഞ കത്തനാർ യക്ഷിയെ പിടികൂടാൻ പിന്നാലെ യാത്രയാരംഭിച്ചു. കുറച്ചധികം എത്തിയപ്പോൾ വേഗത്തിൽ നടക്കുന്ന യക്ഷിയെ കത്തനാർ കണ്ടു. യക്ഷിയുടെ അടുത്തെത്തിയ കത്തനാർ, ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാത്ത രീതിയിൽ നീ ഇവിടെ ഇരുന്നാൽ നിന്നെ വെറുതെ വിടാം, അല്ലെങ്കിൽ അറുത്തു ഹോമിക്കുമെന്നും പറഞ്ഞു. ഇനി ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കില്ലെന്ന് നീലി സമ്മതിച്ചു. അന്ന് മുതൽ യക്ഷി അവിടെ അദൃശ്യമായി താമസം തുടങ്ങിയെന്നുമാണ് മറ്റൊരു കഥ. എന്നിരുന്നാലും ഇന്ന് കല്യങ്കാട്ടിന് നടുവിലൂടെയാണ് നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്. നാഗർകോവിൽ നിന്ന് 5 കിലോമീറ്റർ മാറി പാർവതിപുരം എന്ന സ്ഥലത്തിന് സമീപത്തായി, അതായത് പണ്ട് നീലിയെ കൊലപ്പെടുത്തിയിടത്ത്, ഇന്ന് നീലിയുടെ ക്ഷേത്രവും പ്രതിഷ്ഠയുമുണ്ട്. സമയം രാത്രി 10. കയ്യിലൊരു ബാഗുമായി ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നു. റോഡിൽ വണ്ടികളില്ല, കടകളില്ല, ആകെ മൊത്തം ഒരു ശൂന്യത. അപ്പോഴാണ് അകലെ നിന്ന് ആരോ വരുന്നത് അവൾ കണ്ടത്. അവൾ അയാളെ തിരിച്ചറിഞ്ഞു. അതെ, കുട്ടേട്ടൻ. അവളുടെ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം മാത്രം അകലെയാണ് അയാളുടെ വീട്. എന്താ മോളെ ഈ സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അവൾ മറുപടിയായി പറഞ്ഞു. അമ്മയെ നോക്കി നിന്നതാണ്. ബസ് നേരത്തെ എത്തി ഇവിടെ. ഇപ്പോൾ അമ്മയെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എന്നാൽ പിന്നെ ഇത്രയും സമയമായില്ലേ, ഞാൻ ആക്കിത്തരാമെന്ന് കുട്ടേട്ടനും പറഞ്ഞു. അവരിരുവരും നടക്കാൻ തുടങ്ങി. തോട്ടത്തിനുള്ളിലൂടെ കുറച്ച് നടന്നു വേണം വീട്ടിലെത്താനായിട്ട്. രാത്രിയായാൽ ആ വഴിക്ക് ആൾസഞ്ചാരം നന്നേ കുറവാണ്. പലർക്കും ഭയമായിരുന്നു രാത്രി ആ വഴിക്കിറങ്ങി നടക്കാൻ എന്നതാണ് സത്യം. നല്ല പഴക്കവും വലിപ്പവുമുള്ള ഒരു മരം ആ വഴിയരികിലുണ്ട്. പണ്ടെങ്ങോ ഒരു സ്ത്രീയെ ആ മരത്തിൽ കൊന്ന് കെട്ടിത്തൂക്കിയെന്നും പിന്നീട് അവളുടെ ആത്മാവ് അവിടെ ഉണ്ടെന്നുമാണ് ആളുകളുടെ വിശ്വാസം. പലരും രാത്രിയിൽ അവിടെ ഒരു സ്ത്രീരൂപം കണ്ട് ഭയന്നിട്ടുണ്ടത്രേ. അവർ നടന്ന് ആ സ്ഥലത്തെത്താറായി. അവസാനത്തെ പ്രകാശവും ഇല്ലാതാകുന്ന പോലെ അവർക്ക് തോന്നി.
അവിടെ എങ്ങും നിശബ്ദത തളം കെട്ടി. ആകാശത്ത് അപ്പോഴുണ്ടായ മിന്നൽ പിളർപ്പിന്റെ വെളിച്ചത്തിൽ അവൾ ആ മരം വ്യക്തമായി കണ്ടു. പെട്ടെന്ന് കുട്ടേട്ടൻ അവിടെ നിന്നു. എന്താ ചേട്ടാ നിന്നത്? അവൾ വെപ്രാളത്തിൽ അയാളോട് ചോദിച്ചു. അയാൾ മറുപടിയായി പറഞ്ഞു, ഈ സ്ഥലത്തെത്തുമ്പോൾ എന്നും എനിക്ക് ഭയമാണ്. പെട്ടെന്ന് മനസ്സൊന്ന് പിടഞ്ഞു, അതാണ് നിന്നത്. മോള് മുന്നേ നടന്നോളൂ, അതാകുമ്പോൾ പേടിക്കാതെ നടക്കാമല്ലോ. അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് നടന്നു. ഒരല്പം നടന്നു നീങ്ങിയപ്പോൾ ആരോ അലറുന്നൊരൊച്ച. തിരിഞ്ഞതും പുറകിലുണ്ടായിരുന്ന കുട്ടേട്ടനെ കാണാനില്ല. അവൾ ഉറക്കെ അയാളെ വിളിച്ചു. അവളുടെ ശബ്ദം ഇടറാൻ തുടങ്ങി. ആ മരങ്ങൾക്കിടയിൽ നിന്ന് അവൾ അയാളുടെ ശബ്ദം വ്യക്തമായി കേട്ടു. ഭയന്ന് വിറച്ച് പതിയെ അതിനരികിലേക്ക് അവൾ നടന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു കൈ അവളെ തൊടാനായി വന്നത്. ഭയം നലറിക്കൊണ്ടവൾ ഞെട്ടിത്തിരിഞ്ഞു. അമ്മ! ഓ! വിറങ്ങലിച്ചുകൊണ്ടവൾ പറഞ്ഞു. കുട്ടേട്ടൻ എൻ്റെ ഒപ്പമുണ്ടായിരുന്നു. ദാ അവിടെ നിന്ന് ഞാൻ ആ ശബ്ദം കേട്ടു. പറഞ്ഞത് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ അമ്മ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അവരുടെ മുഖം വിയർത്തിരുന്നു. വീടിനുള്ളിൽ കയറി വാതിൽ കുറ്റിയിട്ടു. എന്താ അമ്മേ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നമുക്ക് ആരെയെങ്കിലും അറിയിക്കാം, പോലീസിൽ വിളിക്കാം. വേണ്ട മോളെ, കുട്ടേട്ടൻ മരിച്ചിട്ട് 2 ദിവസമായി. വഴിയരികിലെ വലിയ മാവിൽ ആത്മഹത്യ ചെയ്തതായിരുന്നു. ജോലി കഴിഞ്ഞ് വന്ന കുട്ടേട്ടന്റെ മകളെ 4 പേർ ചേർന്ന് ആ കാട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്തു കൊന്നു. ആ പാവത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. മകളുടെ ഗതി എനിക്കുണ്ടാവാതിരിക്കാൻ ആ അച്ഛൻ എനിക്കരികെ വന്നതാകും. കോട്ടയം നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയാണ് സൂര്യകാലടി മന. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലാണ് സൂര്യകാലടി മനയെക്കുറിച്ചുള്ള കഥയുള്ളത്. ഒരിക്കൽ കാലടി മനയിലെ ഭട്ടതിരിയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ നമ്പൂതിരിയും തൃശൂർ പൂരം കാണാൻ പോയി. യക്ഷിപ്പറമ്പ് കഴിഞ്ഞു വേണമായിരുന്നു അവർക്ക് പോകാൻ. സമയം അപ്പോൾ രാത്രിയോടടുത്തിരുന്നു. ആ സമയത്ത് സുന്ദരികളായ 2 യുവതികൾ അവർക്ക് സമീപത്തേക്ക് വരികയും അസമയത്ത് അതിലൂടെയുള്ള യാത്ര അപകടമാണെന്നും തങ്ങളുടെ മനയിൽ താമസിച്ച് നാളെ കാലത്ത് യാത്ര തിരിക്കാമെന്നും പറഞ്ഞു. ഇത് കേട്ട നമ്പൂതിരിയും ഭട്ടതിരിയും യുവതികളെ അനുഗമിച്ചു. നിത്യവും ദേവി മഹാത്മ്യം ചൊല്ലുന്ന ശീലമുള്ള ആളായിരുന്നു നമ്പൂതിരി. അന്ന് രാത്രിയും തന്റെ കയ്യിലുണ്ടായിരുന്ന ദേവി മഹാത്മ്യം ചൊല്ലി പുസ്തകം അരികിൽ തന്നെ വെച്ചിരുന്നു. ആ സമയത്താണ് യുവതി മുറിയിലേക്ക് കയറി വരുന്നത്. വന്നപ്പോൾ തന്നെ നമ്പൂതിരിയുടെ സമീപത്തായി ഇരിക്കുന്ന ദേവി മഹാത്മ്യ പുസ്തകം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു. സംശയം തോന്നിയ നമ്പൂതിരി ദേവി മഹാത്മ്യം കയ്യിലെടുത്തു. ആ സമയത്ത് അപ്പുറത്തെ മുറിയിൽ നിന്നും മനുഷ്യരക്തം ഊറ്റി കുടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ദേവി മഹാത്മ്യം നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്പൂതിരിയെ യക്ഷിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നേരം പുലർന്നപ്പോഴാണ് താനൊരു കരിമ്പനയുടെ മുകളിലാണ് ഇരിക്കുന്നതെന്ന് നമ്പൂതിരിക്ക് മനസ്സിലായത്. അവിടെ നിന്നും ഇറങ്ങിയ നമ്പൂതിരി തൊട്ടപ്പുറത്തുള്ള കരിമ്പനയുടെ ചുവട്ടിൽ ഭട്ടതിരി അന്വേഷിച്ചു ചെന്നപ്പോൾ തലമുടിയും രക്തത്തുള്ളികളും എല്ലിൻ കഷ്ണങ്ങളും മാത്രമാണ് കാണാൻ സാധിച്ചത്. തിരിച്ചുപോയ നമ്പൂതിരി ഭട്ടതിരിയുടെ മനയിലെത്തി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ഭട്ടതിരിയുടെ ഭാര്യ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. പിന്നീട് അവൻ തന്റെ അച്ഛനെ കുറിച്ച് അന്വേഷിച്ചു. ഭട്ടതിരിയുടെ ഭാര്യ നടന്ന സംഭവങ്ങളെല്ലാം മകനോട് വിവരിച്ചു. പ്രതികാരം ചെയ്യണമെന്ന് മനസ്സിലുറപ്പിച്ച ആ ബാലൻ സൂര്യനെ തപം ചെയ്ത് ഉഗ്രവിദ്യകൾ സ്വായത്തമാക്കി. സൂര്യനെ തപസ് ചെയ്ത ആ ബാലൻ പിന്നീട് സൂര്യ ഭട്ടതിരി എന്നും കാലടിമന പിന്നീട് സൂര്യകാലടിമന എന്നും അറിയപ്പെട്ടു. ഭഗവാൻ നൽകിയ വരങ്ങളാൽ അജയനായ ബാലൻ തന്റെ മന്ത്രസിദ്ധിയാൽ തന്റെ പിതാവിനെ വധിച്ച യക്ഷിയെ മാന്ത്രിക വിദ്യയാൽ മുന്നിലെത്തിക്കുകയും കത്തുന്ന ഹോമകുണ്ടത്തിൽ ഹോമിച്ച് മനയുടെ പുറത്ത് ദേവതാരൂപത്തിൽ കുടിയിരുത്തുകയും ചെയ്തു. വയസ്കര ഇല്ലത്ത് ഒരു കാലത്ത് പുരുഷന്മാരില്ലായിരുന്നു. ഒരു കന്യക മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത്. ആ കന്യകയെ പിലാമന്തോൾ മൂസ് വിവാഹം ചെയ്ത് അവിടെ ദത്തു കയറി. അങ്ങനെയാണ് വയസ്കര മൂസ് എന്ന പേര് സിദ്ധിച്ചത്. വർഷങ്ങൾക്കിപ്പുറം ഒരു ഭട്ടതിരി അവിടെ ദത്തു കയറിയതിൽ പിന്നെ അവിടെയുള്ളവർ ഭട്ടതിരി എന്ന് അറിയപ്പെടാൻ തുടങ്ങി.
ഒരു കാലത്ത് അവിടെ ആയുർവേദം ഉൾപ്പെടെ 4 വേദങ്ങളും പഠിച്ചൊരു വിദ്വാൻ ഉണ്ടായിരുന്നു. ചതുർവേദി ഭട്ടതിരി എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. മഹാവൈദ്യനും മന്ത്രവാദിയുമായിരുന്നു അദ്ദേഹം. മന്ത്രവാദത്തിനായി പല ദിക്കുകളിൽ നിന്നും അദ്ദേഹത്തെ കാണാൻ ആളുകൾ എത്തുമായിരുന്നു. ഒരിക്കൽ സാമൂതിരി തമ്പുരാന് യക്ഷിബാധയുണ്ടായി. മന്ത്രവാദികൾ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചിട്ടും യക്ഷി ഒഴിഞ്ഞില്ല. ഒടുവിൽ ചതുർവേദി ഭട്ടതിരിയെ സാമൂതിരിയുടെ ആസ്ഥാനമായ കോഴിക്കോട്ടേക്ക് വിളിപ്പിച്ചു. ഭട്ടതിരി ചില മന്ത്രവിദ്യ പ്രയോഗങ്ങളാൽ യക്ഷിയെ ഒഴിപ്പിച്ചു. ബാധ പൂർണ്ണമായും മാറിയതിൽ സന്തുഷ്ടനായ സാമൂതിരി അമൂല്യമായ സമ്മാനങ്ങൾ നൽകിയാണ് ചതുർവേദിയെ യാത്രയാക്കിയത്. മടക്കയാത്രയിൽ സന്ധ്യയായപ്പോൾ ഭട്ടതിരി വഴിക്കുള്ള ഒരു നമ്പൂതിരിയുടെ വീട്ടിൽ കഴിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ സന്ധ്യാവന്ദനവും നടത്തി അത്താഴവും കഴിച്ച് അവിടെ കിടന്നു. ഉറക്കത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീ അരികിൽ വന്ന് തലയണ കീഴിൽ നിന്ന് ആ ഗ്രന്ഥം മാറ്റിവെക്കുമെന്ന് ഭട്ടതിരിയോട് പറഞ്ഞു. എവിടെ പോകുമ്പോഴും ഒരു മന്ത്രവാദ ഗ്രന്ഥം ഭട്ടതിരിയുടെ കയ്യിൽ കരുതാറുണ്ട്. രാത്രികാലങ്ങളിൽ ദുഷ്ടദേവതകളുടെ ശല്യമുണ്ടാകാതിരിക്കാനാണ് അദ്ദേഹം അത് തലയണ കീഴിൽ വെച്ചുറങ്ങാറുള്ളത്. ഭട്ടതിരിയുടെ അടുത്തെത്തിയ സ്ത്രീ വീണ്ടും ഗ്രന്ഥം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു. അവളുടെ രൂപലാവണ്യം കണ്ടപ്പോൾ അത് കേവലം മനുഷ്യ സ്ത്രീ അല്ലെന്ന് ഭട്ടതിരിക്ക് ബോധ്യമായി. നീ ആര് എന്ന് ഭട്ടതിരി ഗൗരവത്തോടെ ചോദിച്ചു. അങ്ങ് ഉപദ്രവിക്കുകയില്ലെങ്കിൽ ഞാൻ സത്യം പറയാമെന്ന് യക്ഷി പറഞ്ഞു. ഭട്ടതിരി അപ്രകാരം സത്യം ചെയ്തു. സാമൂതിരിയെ ബാധിച്ച യക്ഷിയാണ് താനെന്നും ഭട്ടതിരിയിൽ അനുരക്തിയായി വന്നതാണെന്നും സ്ത്രീ രൂപം പറഞ്ഞു. സ്ത്രീയുടെ രൂപലാവണ്യത്തിൽ മയങ്ങിയ ഭട്ടതിരി നീ എന്നെ ഉപദ്രവിക്കുകയില്ലെങ്കിൽ ഈ ഗ്രന്ഥം മാറ്റിവെക്കാമെന്ന് അറിയിച്ചു. യക്ഷി അതുപോലെ സത്യം ചെയ്തു. അന്ന് രാത്രി അവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു. ഭട്ടതിരിയുടെ അഭ്യർത്ഥന മാനിച്ച് യക്ഷി അദ്ദേഹത്തിനൊപ്പം വയസ്കര ഇല്ലത്തേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയതിനു ശേഷവും അവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെയാണ് കഴിഞ്ഞത്. ഭട്ടതിരിക്കല്ലാതെ മറ്റാർക്കും യക്ഷിയെ കാണാനാകില്ലായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ യക്ഷി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. യക്ഷി പിന്നീട് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് സ്വസ്ഥാനത്തേക്ക് മടങ്ങി. അവളും അമ്മയെ പോലെ അദൃശ്യയായ യക്ഷിയായി. മരിക്കാറായ വേളയിലാണ് ചതുർവേദി തനിക്ക് യക്ഷിയിൽ ഒരു കുഞ്ഞു പിറന്ന കഥ വേളി കഴിച്ച ഭാര്യയിലുണ്ടായ മകനോട് പറയുന്നത്. പുത്രിയായ യക്ഷിയോട് അദൃശ്യയായെങ്കിലും അവിടം വിട്ടു പോകാതെ പരദേവതയായി കൂടാനും അദ്ദേഹം ഉപദേശിച്ചു. വൈകാതെ ഭട്ടതിരി ദേഹം വെടിഞ്ഞു. ആ യക്ഷി ഇപ്പോഴും ഇല്ലത്തുണ്ടെന്നാണ് വിശ്വാസം. യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും സ്വരൂപത്തിലും അഗ്നിഗോളമായും പലരും കണ്ടതായാണ് കഥകൾ. കായംകുളത്തെ വിറപ്പിച്ച കൃഷ്ണപുരം യക്ഷി. കായംകുളത്ത് രാജാവിന്റെ കീഴിലുള്ള കൃഷ്ണപുരത്തായിരുന്നു ഉപദ്രവം. ഈ യക്ഷി മനുഷ്യനെ ആകർഷിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു പതിവ്. സുന്ദരിയായ ഒരു സ്ത്രീരൂപം ധരിച്ച് നാട്ടുവഴിയിൽ നിൽക്കും. ഈ വഴിയിൽ കൂടി പുരുഷന്മാരാരെങ്കിലും വന്നാൽ അവരെ മയക്കിയെടുക്കും. അവളുടെ വശ്യമായ പുഞ്ചിരിയിൽ യുവാക്കളും വൃദ്ധരും മയങ്ങി നിൽക്കും. പിന്നീട് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കും. അവളുടെ ഒപ്പം പോകുന്നവർക്ക് മരണം ഉറപ്പായിരുന്നു. കുറച്ചു ദൂരം പോയാൽ അക്കാലത്ത് ജനവാസമില്ലാത്ത ഒരു വനപ്രദേശം ഉണ്ടായിരുന്നു. ആ കൊടുങ്കാട്ടിൽ ചെല്ലുമ്പോൾ സുന്ദരി വേഷം മാറി തന്റെ സ്വന്തം രൂപത്തിലാകും. അങ്ങനെ ആ വഴി ആരും പോകാതെയായി. ഇതറിഞ്ഞ കായംകുളത്ത് രാജാവ് ഈ യക്ഷിയെ ഓടിച്ചു വിടുന്നതിനായി അനേകം മന്ത്രവാദികളെ അവിടെ വരുത്തി. എന്നാൽ അവരുടെ മന്ത്രവിദ്യകൾ ഫലിച്ചില്ലെന്ന് മാത്രവുമല്ല, കുറെ പേരുടെ ജീവനും നഷ്ടമായി. അങ്ങനെ ഇരിക്കെയാണ് പാറമ്പുഴ എന്ന ദേശത്ത് കുമാരമംഗലം എന്ന ഇല്ലപ്പേരിൽ ഒരു നമ്പൂതിരി ഉള്ളതായി അറിയുന്നത്. അതിൻ പ്രകാരം നമ്പൂതിരിയെ കായംകുളത്ത് വരുത്തി. ഒരു വഴിപോക്കന്റെ പാവത്തിൽ നമ്പൂതിരി കൃഷ്ണപുരത്തേക്ക് പോയി. പതിവ് പോലെ മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ യക്ഷിയും എത്തി. നമ്പൂതിരിയുടെ അടുക്കലെത്തിയ യക്ഷി മുറുക്കാൻ ചോദിക്കുകയും മുറുക്കാൻ മാത്രമല്ല നിനക്ക് വേണ്ടതെല്ലാം തന്നുകൊള്ളാമെന്ന് പറയുകയും ചെയ്തു. അതിനിടയ്ക്ക് അദ്ദേഹം ഒരു മന്ത്രം ജപിച്ച് യക്ഷിയെ ബന്ധിക്കുകയും ചെയ്തു. എന്നിട്ട് നേരെ വടക്കോട്ട് നടന്നു തുടങ്ങി. നമ്പൂതിരിയുടെ മന്ത്രശക്തി കൊണ്ട് ഒഴിഞ്ഞു പോകാൻ നിവർത്തിയില്ലാതാവുകയാൽ യക്ഷി മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു. ഇത് കണ്ട് ഇല്ലത്തെ അന്തർജനങ്ങൾക്ക് അതിശയമായി. അവളൊരു അഗതിയാണെന്നും ഇവിടെ ഒരു ദാസിയായി പാർത്തുകൊള്ളുമെന്നും
നമ്പൂതിരി പറഞ്ഞു. കൂടാതെ അവളെ 4 കെട്ടിനകത്ത് പ്രവേശിപ്പിക്കരുതെന്നും പറഞ്ഞു. യക്ഷി അവിടം വിട്ട് പോകാതിരിക്കാനായി നമ്പൂതിരി ഒരു നാരായത്തിൽ അവളെ ആവാഹിച്ചു. നമ്പൂതിരി ഇല്ലാത്ത സമയം നോക്കി അന്തർജനത്തിനോട് കേണപേക്ഷിച്ച് 4 കെട്ടിൽ കടക്കുകയും നാരായം ഊരിയെടുക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കൃഷ്ണപുരത്തേക്ക് പോയി. പിന്തുടർന്ന് അവളെ വീണ്ടും ആവാഹിച്ചു. യക്ഷി നമ്പൂതിരിയോട് തന്നെ ദാസിയാക്കരുതെന്ന് കേണപേക്ഷിച്ചു. ആരെയും ഉപദ്രവിക്കാതെ ഇരുന്നാൽ നിന്നെ ഞാൻ എൻ്റെ പരദേവതയെ പോലെ കുടിയിരുത്തി ആദരിച്ചു കൊള്ളാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നമ്പൂതിരി അവളെ വിടാൻ തയ്യാറായില്ല. അങ്ങനെ ഒരു ശ്രീകോവിൽ പണിയിക്കുകയും ഒരു വിഗ്രഹമുണ്ടാക്കി യക്ഷിയെ ആ ബിംബത്തിൽ ആവാഹിക്കുകയും ചെയ്തു. ആ ഇല്ലത്തുള്ളവർ യക്ഷിക്ക് പതിവുള്ള നിവേദ്യം ഇപ്പോഴും മുടക്കം കൂടാതെ നടത്തിപ്പോരുന്നു. ഒരു നിലാവുള്ള രാത്രിയിൽ തിരിയിട്ട് കത്തിച്ച വിളക്കുമായി അമ്മു പടികളിറങ്ങി നാഗകാവിലേക്ക് നടന്നു. ഇതുവരെ അനുഭവിക്കാത്ത ഒരു അനുഭൂതി അവളിൽ അന്നുണ്ടായി. പാലപ്പൂക്കൾ വിതറിക്കിടക്കുന്ന പാത, എങ്ങും വശ്യമായ ഒരു സുഗന്ധം. അവൾ ഗന്ധർവൻ പാലയിലേക്കൊന്നു നോക്കി. പൂത്തു നിൽക്കുന്ന ഗന്ധർവൻ പാലയിൽ അവൾ 1000 പൂർണ്ണചന്ദ്രനെ കണ്ടു. വശ്യസുഗന്ധം അവളിലേക്ക് കുത്തിയിറങ്ങുന്നതായി അനുഭവപ്പെട്ടു. അവളെ ആരോ വിളിച്ചു, അമ്മു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയ അമ്മുവിൻ്റെ മുമ്പിൽ പൊടുന്നനെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. തേജസ്സേറിയ വശ്യം തുളുമ്പുന്ന ഒരു രൂപം. അവൾക്ക് കണ്ണുകൾ എടുക്കാനായില്ല. മുത്തശ്ശി കഥകളിലൂടെ കേട്ട അവൾ കാണാൻ ആഗ്രഹിച്ച ഗന്ധർവൻ. ആ മൃദുല കൈകൾ പതിയെ അവളിലേക്ക് പടർന്നു കയറി. അവരവിടെ ലയിച്ചു ചേർന്നു. അപ്പോഴും പാലപ്പൂക്കൾ പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ കാവ് ശൂന്യമായിരിക്കുന്നു. ആരും അടുത്തില്ല. അപ്പോഴും അവളുടെ ശരീരം മുഴുവൻ പാലപ്പൂ ഗന്ധമായിരുന്നു. വയലോലകൾക്കപ്പുറത്ത് തെങ്ങിൻ തോപ്പുകൾക്ക് നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പഴയ കൂറ്റൻ ഓടിട്ട വീട്. പണ്ടിവിടെ സുന്ദരിയായ ഒരു 21കാരി അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് തൂങ്ങി മരിച്ചു. ഒരു ഓണക്കാലത്തായിരുന്നു ആ സംഭവം. തലേ ദിവസം പകൽ ആ തറവാട്ട് വീട്ടിൽ ഒത്തിരി ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അവളുടെ അമ്മാവൻ്റെ മകൻ്റെ വിവാഹം. അവൻ ഇഷ്ടമില്ലാതിരുന്നിട്ടും മുതിർന്നവരുടെ നിർബന്ധപ്രകാരം അവനേക്കാൾ 1 വയസ്സിനിളയ ചിറ്റമ്മയുടെ മകളുമായി ഉറപ്പിച്ച ദിവസമായിരുന്നു അന്ന്. 2 നാൾ കഴിഞ്ഞ് അവന് ഭ്രാന്ത് പിടിച്ചു. വല്ലാതെ അക്രമാസക്തനായ അവനെ വീട്ടുകാർ ഭ്രാന്താശുപത്രിയിലാക്കി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ മരിച്ച മുറിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. കർമ്മങ്ങൾ ചെയ്യിച്ച് അവളുടെ ആത്മാവിനെ വീടിനകത്തു നിന്ന് പുറത്താക്കിയെങ്കിലും ബന്ധിക്കാനായില്ല. വീടിന് മുറ്റത്തും പരിസരത്തുമായി ആ ആത്മാവ് അലഞ്ഞു നടന്നു. അത് കാരണം എല്ലാവരും അവിടെ നിന്ന് താമസം മാറിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം ഭ്രാന്ത് മാറിയെങ്കിലും എപ്പോൾ വേണമെങ്കിലും അസുഖം വീണ്ടും വരാവുന്ന അവസ്ഥയിൽ അവനെ ബന്ധുക്കൾ ഈ തറവാട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിയിടുന്നു. വല്ലപ്പോഴും ഭക്ഷണം മാത്രം ആരെങ്കിലും കൊണ്ടുകൊടുക്കും. നിലാവുള്ള രാത്രികളിൽ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഊഞ്ഞാലിൽ അവൻ്റെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് അവളിരുന്നാടുന്നത് ജനാലയിലൂടെ അവൻ നോക്കി നിൽക്കും. ഒരു ദിവസം അവൻ മുറിയിൽ മരിച്ചു കിടക്കുന്നത് ബന്ധുക്കൾ കണ്ടു. ആ വീടിൻ്റെ പൂട്ട് തകർന്നു കിടക്കുന്നത് കണ്ട് അവർ അതിശയപ്പെട്ടു. പിന്നീട് എപ്പോഴൊക്കെയോ രാത്രി സമയം അതുവഴി പോയ നാട്ടുകാരിൽ ആരൊക്കെയോ മുറ്റത്ത് ഊഞ്ഞാലിലിരുന്നാടുന്ന അവളെയും ഊഞ്ഞാലാട്ടുന്ന അവനെയും കണ്ടതായി പറയുന്നു.